ശബരിമലയിൽ ഭക്തജന തിരക്ക് കുറഞ്ഞു. സന്നിധാനത്ത് നേരിയ മഴ ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സോണൽ, ഈ ദിവസം ഈ സ്പോട്ട് ബുക്കിംഗിൽ അടക്കം വലിയ വ്യത്യാസങ്ങളും ഒക്കെ തന്നെ പരിമിതപ്പെടുത്തലും നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഭക്തജന തിരക്ക് കുറഞ്ഞു വരുന്ന സാഹചര്യമുള്ളത്. സന്നിധാനത്തെ മറ്റ് കാലാവസ്ഥ സംബന്ധിച്ചൊക്കെ വരുന്ന വിവരങ്ങൾ എന്താണ്? നിലവിൽ സന്നിധാനത്ത് ഇപ്പോഴും തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് ആവർത്തിച്ച് പറയുകയാണ് ഉദ്യോഗസ്ഥർ. ഇന്നലെ വരെ 5 ലക്ഷത്തോളം ഭക്തരാണ് സന്നിധാനത്തെത്തി ദർശനം പൂർത്തിയാക്കി മടങ്ങിയത്. ഇന്നലെ മാത്രം 73,000-ഓളം ഭക്തർ എത്തി എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് ഏകദേശം ഉച്ചവരെ 45,000-ഓളം ഭക്തരെത്തി ദർശനം കഴിഞ്ഞ് മടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും സന്നിധാനത്തെ സ്ഥിതി നിലവിൽ ശാന്തമാണ്. മറ്റ് പമ്പയിൽ നിന്ന് സുഗമമായ യാത്ര അയ്യപ്പന്മാർക്ക് ലഭ്യമാണ്. അതിനുശേഷം സന്നിധാനത്തേക്ക് എത്തുമ്പോൾ വലിയ നടപ്പന്തലിൽ മാത്രമാണ് ചെറിയൊരു തിരക്ക് അനുഭവപ്പെടുന്നത്. അതിനുശേഷം 18-ാം പടി കയറി സുഗമമായി ദർശനം നടത്തി മടങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. RIF സംഘവും ഇന്ന് ഇപ്പോൾ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. അവർ 13 പോയിന്റുകളിലായിട്ടാണ് സേവനം അനുഷ്ഠിക്കുക. പ്രധാനമായിട്ട് തിരക്ക് നിയന്ത്രണം ഉൾപ്പെടെയുള്ള ചുമതലകളാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. 3 ഷിഫ്റ്റ് ആയിട്ടായിരിക്കും അവരും പ്രവർത്തിക്കുക. 140 പേരുടെ കോയമ്പത്തൂരിൽ നിന്നുള്ള സംഘമാണ് ഇന്ന് രാവിലെ ഇവിടെ എത്തി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. മറ്റ് കുടിവെള്ള ലഭ്യത, അതുപോലെ തന്നെ ശൗചാലയം, അത്തരം സംവിധാനങ്ങളുടെ പണി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. കാനനപാതയിൽ നീലിമല കയറി വരുന്ന പലയിടത്തും ഇത്തരത്തിൽ ശൗചാലയങ്ങളുടെ പണി പുരോഗമിക്കുന്നുണ്ട്. കുടിവെള്ളം ലഭ്യമാക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ദേവസ്വം ഉദ്യോഗസ്ഥരൊക്കെ അറിയിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് നിയന്ത്രണ വിധേയമാവും. 5,000-ഓളം, അതായത് സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ 5,000-ൽ വെട്ടിക്കുറച്ചതോടെ നിലയ്ക്കലിലേക്ക്, പമ്പയിൽ നിന്ന് അത് നിലയ്ക്കലിലേക്ക് മാറ്റിയതോടെ നിലവിലെ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പറയുന്നത്.